മലയാള ചലച്ചിത്ര രംഗത്തെ അധോലോക നായകന്മാരെക്കുറിച്ചും നടികൾക്കെതിരെയുള്ള പീഡനങ്ങളെക്കുറിച്ചും ഉള്ള സ്ഫോടനാത്മകമായ റിപ്പോർട്ടാണ് ഈ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നത്. റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ചൂഷകർക്കൊപ്പമല്ല, വേട്ടക്കാർക്കൊപ്പമല്ല, ഇരകൾക്കൊപ്പം നിന്നുകൊണ്ട് വേട്ടക്കാർക്കെതിരെ പോരാട്ടം നടത്തുന്നതാണ് സർക്കാരിൻ്റെ മുഖമുദ്ര. 2019 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സമർപ്പിക്കപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 4.5 വർഷത്തോളം പൂഴ്ത്തിവെച്ച ശേഷം അത് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടതനുസരിച്ച് പുറത്തുവിടാൻ നിർബന്ധിതരായപ്പോഴാണ് മുഖ്യമന്ത്രി വേട്ടക്കാർക്കൊപ്പമല്ല, ഇരകൾക്കൊപ്പമാണ്, അതാണ് സർക്കാരിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ആലോചിച്ചു നോക്കൂ, സിനിമാ രംഗത്തെ ലൊക്കേഷനുകളിൽ വസ്ത്രം മാറാനുള്ള സൗകര്യമില്ല, അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകാൻ ഉള്ള സൗകര്യങ്ങളില്ല, മൂത്രമൊഴിക്കണമെങ്കിൽ തുണി കൊണ്ട് മറച്ചു വേണം മൂത്രമൊഴിക്കാൻ, അല്ലെങ്കിൽ വസ്ത്രം മാറാൻ. അങ്ങനെ ഭരണഘടന നൽകുന്ന എല്ലാത്തരം സ്വാതന്ത്ര്യവും നമ്മുടെ ഷൂട്ടിംഗ് മേഖലകളിൽ നിഷേധിക്കപ്പെടുന്നു. 15 അംഗങ്ങൾ വരുന്ന ഒരു മാഫിയ സംഘമാണ് മലയാള ചലച്ചിത്ര രംഗം അടക്കി വാഴുന്നത്. അവർക്കെതിരെ ചോദ്യങ്ങൾ ചോദിച്ചാൽ, അവരെ എതിർത്താൽ ആ നടിമാർക്ക്, അവർ എത്ര പോപ്പുലർ നടികളായാലും അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഇത്തരത്തിൽ ഗുരുതരമായ പരാതികളാണ് ജസ്റ്റിസ് ഹേമയുടെ മുന്നിൽ നടിമാർ, WCCയുടെ നേതൃത്വത്തിൽ ഉള്ള നടിമാർ നൽകിയത്. ഈ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ DGP ആയിരുന്ന ബെഹ്റ, അതുപോലെ വിവരാവകാശ കമ്മീഷണറായിരുന്ന വിൽസൺ പോൾ എന്നിവരുടെ മുന്നിലെല്ലാം ഈ റിപ്പോർട്ടെത്തി. പക്ഷേ ഈ റിപ്പോർട്ടിലെല്ലാം നടിമാർ നൽകിയ മൊഴികൾ അത് ഒഴിവാക്കിയ ശേഷമാണ് ഈ റിപ്പോർട്ടിൻ്റെ കോപ്പി വിവരാവകാശ കമ്മീഷൻ്റെ മുന്നിലെത്തുന്നത്. വിവരാവകാശ നിയമം അനുസരിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വേണമെന്ന് ഒരു ജേർണലിസ്റ്റ് നൽകിയ പരാതിയെ തുടർന്ന് ആ റിപ്പോർട്ട് ചീഫ് കമ്മീഷണറായിരുന്ന വിൻസെൻ്റ് പോൾ വിളിച്ചു വരുത്തിയപ്പോൾ വളരെ പ്രസക്തമായ മൊഴികൾ മാറ്റിവെക്കുകയും അതേസമയം ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല, ഇതിന് രഹസ്യ സ്വഭാവമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ജസ്റ്റിസ് ഹേമയുടെ കത്ത് ഹാജരാക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ടാണത്രേ 2020 ഈ റിപ്പോർട്ട് പുറത്തുവിടാനാവില്ല എന്ന് താൻ ഉത്തരവിട്ടതെന്ന് അന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന വിൻസെൻ്റ് പോൾ എക്സ്ക്ലൂസീവിനോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അത് പറയാനിടയാക്കിയത് രഹസ്യ സ്വഭാവമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് PRD സെക്രട്ടറി, ഇൻഫർമേഷൻ വകുപ്പ് സെക്രട്ടറി അദ്ദേഹത്തിന് ഈ റിപ്പോർട്ട് നൽകിയതും റിപ്പോർട്ടിനോടൊപ്പം ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് പരാമർശിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് ഹേമയുടെ കത്ത് നൽകുന്നത്. അങ്ങനെ ലഭിക്കുന്ന സമയത്ത് സാംസ്കാരിക മന്ത്രി AK ബാലനായിരുന്നു. അപ്പോൾ AK ബാലൻ എന്ന് പറയുന്ന സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും അന്ന് DGP ആയിരുന്ന ബെഹ്റയും എല്ലാം തന്നെ ഈ രേഖപ്പെടുത്തിയ, അതായത് ടൈപ്പ് ചെയ്ത റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും ജസ്റ്റിസ് ഹേമയും അംഗങ്ങളായിരുന്ന ശാരദയും വത്സലകുമാരിയും എല്ലാം രേഖപ്പെടുത്തിയ മൊഴികൾ ഈ പറയുന്ന ഉന്നതർ എല്ലാം കണ്ടിരുന്നു. അപ്പോൾ സിനിമാ രംഗത്ത് വളരെ പ്രശസ്തരായി നിൽക്കുന്ന, നാം എല്ലാം ആരാധിക്കുന്ന നായക നടന്മാരും നാം ബഹുമാനിക്കുന്ന സംവിധായകരുമടക്കം ഒരു 15 അംഗ സംഘം മാഫിയ പോലെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള പീഡനങ്ങൾ നടികൾക്കെതിരെ നടത്തുന്നു എന്നുമാണ് കമ്മീഷൻ കണ്ടെത്തിയത്. പക്ഷേ ഇതിന് അടിസ്ഥാനമായി നടിമാർ, പെൺകുട്ടികൾ നൽകിയ മൊഴികൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ജസ്റ്റിസ് ഹേമ
ഈ റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കണം എന്നാവശ്യപ്പെട്ടത്. കാരണം നമ്മുടെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് തന്നെ ഇരകളുടെ പേർ വെളിപ്പെടുത്താറില്ല. സ്ത്രീപീഡന കേസുകളിലെല്ലാം, അത് ഏതു തരത്തിലുള്ള സ്ത്രീപീഡന കേസായാലും അതിജീവിത എന്ന വിശേഷണത്തിലാണ് ഡൽഹി പെൺകുട്ടി പോലും അറിയപ്പെടുന്നത്. അപ്പോൾ പെൺകുട്ടികൾ നൽകിയ മൊഴിയോ അവരുടെ പേര് വിവരങ്ങളോ വെളിപ്പെടുത്താൻ നമ്മുടെ നാട്ടിൽ നിയമമില്ല. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷൻ്റെ അധ്യക്ഷയായ ജസ്റ്റിസ് ഹേമ ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ആരോപണ വിധേയരായ സംവിധായകരും നടന്മാരും ഉൾപ്പെടെയുള്ള മാഫിയ സംഘമാണ് ഇവിടെ പ്രതിസ്ഥാനത്ത്. അപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ പേർ പുറത്തു വന്നതുകൊണ്ട് ആർക്കാണ് നഷ്ടം? അപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പ്രശസ്തരായ നടന്മാരുടെയും സംവിധായകന്മാരുടെയും പ്രതിച്ഛായ കൂടി സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. അതിനുവേണ്ടിയാണ് DGP ആയിരുന്ന ബെഹ്റ ഈ റിപ്പോർട്ട് കണ്ടിട്ടും പരിശോധിച്ചിട്ടും ഇതിൽ ആരോപിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനോ നടപടിയെടുക്കാനോ നിയമമില്ല എന്ന് പറഞ്ഞത്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ മോദി സർക്കാർ കൊണ്ടുവന്ന IPC പുതിയ നിയമം ന്യായ സംഹിത പ്രകാരം ഡൽഹി ഉൾപ്പെടെ രാജ്യത്ത് എവിടെ എന്ത് കുറ്റകൃത്യം നടന്നാലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് FIR ഇടാൻ നിയമമുണ്ട്. അതിന് പരാതി എഴുതി നൽകണമെന്നില്ല. പോലീസിന് ക്രൈം നടന്നതായി, കുറ്റകൃത്യം നടന്നതായി വിവരം ലഭിച്ചാൽ തന്നെ രാജ്യത്തെവിടെയും നടപടിയെടുക്കാൻ, കേസെടുക്കാൻ, FIR ഇടാൻ നിയമം, ഇപ്പോഴത്തെ നിയമം അനുശാസിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് 2020 വിവരാവകാശ ചീഫ് കമ്മീഷണർ വിൻസെൻ്റ് പോൾ പറഞ്ഞതുകൊണ്ടും ജസ്റ്റിസ് ഹേമ ഇത് രഹസ്യാത്മകമായി വെക്കണമെന്ന് പറഞ്ഞതുകൊണ്ടുമാണ് ഈ 4.5 കൊല്ലം റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്നാണ്. റിപ്പോർട്ട് പുറത്തുവിടാത്തത് അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടികളുടെ പരാതിയെക്കുറിച്ച് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്താനും കുറ്റവാളികളെ കണ്ടെത്താനുമുള്ള ശ്രമം നടന്നില്ല? ഭരണഘടനാപരമായി സ്ത്രീകൾക്ക് മാത്രമല്ല, ചലച്ചിത്ര പ്രവർത്തകർക്ക് അവരുടെ തൊഴിൽ ഇടത്തിൽ ലഭിക്കേണ്ട ഒരു സ്വാതന്ത്ര്യവും ഒരു അവകാശവും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഹേമ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഫാക്റ്റ് ഫൈൻഡിങ് ആണ് അവരുടെ പ്രധാന കർത്തവ്യം. അപ്പോൾ ഫാക്റ്റുകൾ കണ്ടെത്തി പരാതിക്കാരായ നടികളുടെ മൊഴി രേഖപ്പെടുത്തി ചലച്ചിത്ര രംഗത്ത് ഇത്തരം അസാൻമാർഗ പ്രവർത്തനങ്ങളും പീഡനങ്ങളും തൊഴിൽ നിഷേധവും ഒഴിവാക്കാൻ വേണ്ട ശുപാർശകൾ സമർപ്പിച്ചു. എന്നിട്ടും 4.5 വർഷം ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ അല്ലെങ്കിൽ നടപടിയെടുക്കാതെ വെച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ സർക്കാരിന് ചേർന്ന നടപടിയല്ല. കാരണം നമ്മുടെ സിനിമാ മേഖലയിൽ അറിയപ്പെടുന്ന സമ്പന്നരായ സിനിമാ രംഗം കൈയടക്കി വെച്ചിരിക്കുന്ന നായക നടന്മാർ പഴയ കാലത്തെ മാടമ്പി ജന്മിമാരെ പോലെയാണ്. അപ്പോൾ മാടമ്പി ജന്മിമാരെ പോലെ പെരുമാറുന്ന നടന്മാരും സംവിധായകരും അടിമകളോടെന്ന പോലെ നായികമാരോട്, അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളോട്, മറ്റ് ടെക്നീഷ്യന്മാരോട്, പ്രത്യേകിച്ചും വനിതകളോട് പെരുമാറുന്നു എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം. ഇപ്പോൾ പ്രശസ്തനായ നടന് നൽകുന്ന വേതനം നടിക്ക് നൽകണം എന്ന് പറയുന്നതിൽ ന്യായമില്ല എന്നാണ് കമ്മീഷനിൽ അംഗമായിരുന്ന ശാരദ പറഞ്ഞിട്ടുള്ളത്. അത് ചിലപ്പോൾ ശരിയായിരിക്കാം. കാരണം വിജയിക്കുന്ന സിനിമയിലെ പ്രധാന നായകന് നൽകുന്ന പ്രതിഫലം ചിലപ്പോൾ നായികയ്ക്ക് നൽകിയില്ല എന്ന് വരും. പക്ഷേ എല്ലാറ്റിനും ഒരു മര്യാദയുണ്ടല്ലോ. കാരണം 500 രൂപയ്ക്ക് പോലും പണി ചെയ്യുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളും മറ്റ് ടെക്നിക്കൽ സ്റ്റാഫുകളും ഈ സിനിമാ രംഗത്ത് രാവിലെ 7 മണി മുതൽ
പുലർച്ചെ 4 മണിവരെ ജോലി ചെയ്യുകയും അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഉള്ള സ്ഥല സൗകര്യം നൽകാതിരിക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ്. അപ്പം അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വെള്ളിത്തിരയിൽ കാണുന്ന മിന്നിത്തിളങ്ങുന്ന നായകന്മാരും സംവിധായകന്മാരും നടത്തുന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം WCCയുടെ സ്ഥാപക അംഗമായ നടി പാർവതി ചാനലുകളിൽ പ്രതികരിച്ചിരുന്നു. അവർ വളരെ പ്രസക്തമായ പ്രതികരണമാണ് നടത്തിയത്. നീതി കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് എന്നാണ് പാർവതി ചോദിച്ചത്. പവർ ഗ്രൂപ്പ് ഉണ്ടെന്നതിന് തെളിവ് തങ്ങളുടെ ജോലി നഷ്ടമെന്ന് പാർവതി മനോരമ ന്യൂസ് കൗണ്ടർ പോയിന്റിൽ പറഞ്ഞു. അതായത് താനുൾപ്പെടെയുള്ള നടിമാർക്ക് 2017 മുതൽ 24 വരെയുള്ള കാലയളവിൽ തൊഴിൽ നിഷേധിക്കപ്പെട്ടതിൻ്റെ കാരണം തന്നെ ഈ ഹേമ കമ്മീഷന് മുന്നിൽ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വളരെ മെച്യൂർഡായി മാത്രമാണ് പ്രശസ്തയായ ഈ നടി പ്രതികരിച്ചത്. കാരണം ഈ 4.5 കൊല്ലം റിപ്പോർട്ട് പുറത്തു വരാതിരുന്നപ്പോൾ WCCയിലെ അംഗങ്ങളായ നടിമാർ അനുഭവിച്ച ഒരു ടെൻഷൻ, അവർക്കുണ്ടായ മാനസിക സമ്മർദ്ദം വളരെ വലുതായിരുന്നു. കാരണം നടിമാരാണെന്ന് അഭിനയം കൊണ്ട് തെളിയിക്കുകയും അംഗീകാരങ്ങൾ നേടുകയും അവർ അഭിനയിച്ച ചിത്രങ്ങൾ വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഈ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ അവർക്ക് തൊഴിൽ നിഷേധിക്കപ്പെട്ടു. അതിൻ്റെ പിന്നിൽ ഈ നേരത്തെ പറഞ്ഞ മാഫിയ സംഘമാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന മാഫിയ സംഘമാണ്. അതിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞതിന് ഇപ്പോൾ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രി ചെറിയാനുമെല്ലാം പറയുന്നത് ഒരു കോൺക്ലേവ് നടത്തുമെന്നാണ്. എന്താണ് കോൺക്ലേവ് എന്ന വാക്കിൻ്റെ അർത്ഥം? കോൺക്ലേവ് നടത്തി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണോ സിനിമാ രംഗത്ത് നടന്ന ഞെട്ടിക്കുന്ന ലൈംഗിക പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ? കോൺക്ലേവ് എന്ന് പറയുന്നത് പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയയാണ്. കാരണം രഹസ്യ സ്വഭാവത്തോടുകൂടി പോപ്പിനെ തിരഞ്ഞെടുക്കാൻ പാതിരിമാർ മാത്രം സമ്മേളിച്ച് വെള്ളപ്പുക പുറത്തു വന്നാൽ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ കറുത്ത പുക വന്നാൽ അത് ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. അങ്ങനെ വെള്ളപ്പുകയും കറുത്ത പുകയും വരുന്ന തരത്തിൽ അടച്ചിട്ട മുറിയിൽ നടക്കുന്ന ഒരു രഹസ്യാത്മക സ്വഭാവമുള്ള സംവിധാനത്തിനാണ് കോൺക്ലേവ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു സിനിമ കോൺക്ലേവ് നടത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നാണ് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രി ചെറിയാനും അടക്കം പറയുന്നത്. അപ്പോൾ കോൺക്ലേവ് നടത്തുന്നത് വേട്ടക്കാരെയും ഇരകളെയും ഒന്നിച്ച് ഇരുത്തിയാണോ? അതുകൊണ്ട് പരിഹരിക്കപ്പെടാവുന്നതാണോ സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ? ഈ ചോദ്യമാണ് നടി പാർവതി അടക്കം WCCയിലെ അംഗങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ എന്തായാലും റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷനിലെ ഇപ്പോഴത്തെ കമ്മീഷൻ പുറത്തുവിട്ടതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം പുറത്തു വന്നത്. അതുകൂടി പരാമർശിക്കാതിരിക്കുന്നത് തെറ്റാണ്. 2020 ചീഫ് കമ്മീഷണർ വിൻസെൻ്റ് പോൾ നിഷേധിച്ചെങ്കിലും ഇപ്പോഴത്തെ കമ്മീഷൻ അംഗമായ ഡോക്ടർ അബ്ദുൽ ഹക്കീം, പഴയകാല പത്രപ്രവർത്തകനും PRDയിൽ അഡീഷണൽ ഡയറക്ടറുമായി ഇരുന്ന കായംകുളം സ്വദേശി ഡോക്ടർ അബ്ദുൽ ഹക്കീം വിവരാവകാശ നിയമത്തിലെ 10-ാം വകുപ്പ് അനുസരിച്ച് ആണ് ഇത് പുറത്തുവിടാൻ, അതായത് രഹസ്യ സ്വഭാവമുള്ള ചില പേജുകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിട്ടത്. അപ്പോൾ നാം ആലോചിക്കേണ്ടത് ഇതിൽ ശ്രദ്ധേയമായൊരു വിഷയം, നടികൾ നൽകിയ മൊഴികൾ ഒന്നും തന്നെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അവരെ പീഡിപ്പിച്ച മാഫിയ സംഘത്തിനെതിരെയുള്ള നടിമാരുടെ മൊഴികൾ ഒന്നും തന്നെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതെല്ലാം ഇപ്പോഴും ഈ ജസ്റ്റിസ് ഹേമ അടക്കമുള്ള കമ്മീഷൻ അംഗങ്ങളുടെ കൈവശമാണ്. അത് ആദ്യഘട്ടത്തിൽ സർക്കാരിന് കൈമാറി എന്നാണ് അറിയുന്നത്. അത് കൈമാറിയപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിയും അടക്കമുള്ളവർ അത് കണ്ടിട്ടുമുണ്ട്. DGP ആയിരുന്ന ബെഹ്റയും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ മൊഴികൾ
മാറ്റി നിർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ തന്നെ വളരെ പ്രസക്തമായ ഈ പറയുന്ന മാഫിയ സംഘത്തിനും അറിയപ്പെടുന്ന നായക നടന്മാർക്കും എതിരെയുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുന്ന പേജുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോഴും ആ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്നിട്ടും ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് രഞ്ജിനി അടക്കമുള്ള ചില സിനിമാ പ്രവർത്തകർ ഹൈക്കോടതിയിലെത്തിയത്. ഹൈക്കോടതി ഒടുവിൽ ഇത് പുറത്തുവിടാൻ ഉത്തരവിട്ടപ്പോഴാണ് ഇത് വെളിച്ചം കണ്ടിരിക്കുന്നത്. അത് ചുരുക്കി പറഞ്ഞാൽ ഭരണഘടനാപരമായി ഇത്തരം ഒരു കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയാൽ നടപടി സ്വീകരിക്കേണ്ട മുഖ്യമന്ത്രി അടക്കം സർക്കാർ 4.5 കൊല്ലം കാണിച്ചിരിക്കുന്നത് ഗുരുതരമായ കൃത്യവിലോപമാണ്. എന്നിട്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങൾ അതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. കാരണം 100 വർഷത്തോളം പഴക്കമുള്ള നമ്മുടെ ചലച്ചിത്ര രംഗം, രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു കമ്മീഷനെ നടിമാരുടെ പ്രശ്നങ്ങൾ, സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനായി ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. കാരണം ആദ്യ നായികയെ ജാതിയുടെ പേരിൽ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ നാട് കടത്തിയ നാടാണിത്. അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിൽ ഇത് ഒരു ചരിത്ര സംഭവമാണ്. ഇത്തരം ഒരു കമ്മീഷൻ റിപ്പോർട്ട് ചരിത്ര സംഭവമാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പിന്നെ ആർക്കും ആരെയും വിലക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. കാരണം മാഫിയ സംഘം ഉണ്ടെന്ന ആരോപണം അദ്ദേഹം നിഷേധിക്കുന്നില്ല. പക്ഷേ ഒരു കലാകാരനെയും കലാകാരിയെയും ആർക്കും വിലക്കാൻ കഴിയില്ല, അവരുടെ കഴിവുകൾ ഇല്ലാതാക്കാൻ കഴിയില്ല. വില്ലന്മാർ ഉണ്ടാകാം, സിനിമയിൽ വില്ലന്മാർ ഉള്ളതുപോലെ ഈ ചലച്ചിത്ര രംഗത്ത് വില്ലന്മാർ ഉണ്ടാകാം. പക്ഷേ അവർക്കൊന്നും ആരുടെയും കഴിവുകൾ നിഷേധിക്കാനോ വിലക്ക് ഏർപ്പെടുത്താനോ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ വേട്ടക്കാർക്ക് ഒപ്പമല്ല, ഇരകൾക്കൊപ്പമാണ് എന്ന് പത്രസമ്മേളനത്തിൽ ആവർത്തിച്ച മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായ ഒരു നടപടി എടുക്കാൻ വൈകിയാണെങ്കിലും കഴിയുമോ എന്നാണ് നമ്മുടെ സാംസ്കാരിക കേരളം ഉറ്റുനോക്കുന്നത്. ഈ കൂത്തുപറമ്പ് വെടിവെപ്പിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ മന്ത്രിയായിരുന്ന ഈ വെടിവെപ്പിന് കാരണക്കാരനായ എം വി രാഘവനെ അറസ്റ്റ് ചെയ്യണം എന്ന് കമ്മീഷൻ പറഞ്ഞിരുന്നില്ല. പക്ഷേ എം വി രാഘവനെ അറസ്റ്റ് ചെയ്തു. ആ കമ്മീഷൻ റിപ്പോർട്ട് പിന്നെ സുപ്രീം കോടതിയാണ് റദ്ദാക്കിയത്. അപ്പോൾ ഏത് കമ്മീഷൻ റിപ്പോർട്ടും അംഗീകരിക്കാനോ തള്ളിക്കളയാനോ ഉള്ള അധികാരം സർക്കാരിനുണ്ട്. പക്ഷേ സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ച് കഴിഞ്ഞാൽ ആ കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ പരിശോധിക്കാനും നടപടിയെടുക്കാനുമുള്ള ബാധ്യത ധാർമ്മികമായും നിയമപരമായും ഒരു സർക്കാരിനുണ്ട്. ആ നിയമപരമായ ബാധ്യതയിൽ നിന്നാണ് ഒന്നാം പിണറായി സർക്കാരും ഈ രണ്ടാം പിണറായി സർക്കാരും ഒളിച്ചോടിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സാംസ്കാരിക മന്ത്രിയായിരുന്ന AK ബാലനും അതുപോലെ സജി ചെറിയാനും ഇപ്പോഴത്തെ മന്ത്രി സജി ചെറിയാനുമെല്ലാം ഇതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. കാരണം ഇപ്പോൾ നമ്മുടെ മന്ത്രിസഭയിൽ അംഗമായ ഒരു നടനെതിരെയും ഈ പറയുന്ന ഇരകൾ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഇടതുപക്ഷ MLAക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്, പരാതികൾ നടിമാർ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പുകമറയിലാണ്. കാരണം വളരെ നിരപരാധികളായ നടന്മാർ പോലും സംശയത്തിൻ്റെ നിഴലിലാണ്. അതുപോലെ തന്നെ നായികമാരും പലരും സംശയത്തിൻ്റെ നിഴലിലാണ്. കാരണം സിനിമാ രംഗത്തെ മാഫിയകൾക്ക് കൂട്ടുനിൽക്കുന്ന നായികമാർക്ക് അവസരങ്ങൾ കൂടുതൽ ലഭിക്കുന്നു എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും 1 കോടിയിലേറെ രൂപ ചിലവിട്ട് കോവിഡ് കാലത്ത് പോലും തെളിവുകൾ ശേഖരിച്ച് ഒരുപാട് നടിമാരുടെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും വിലയേറിയ സമയം പോലും വിനിയോഗിച്ചുകൊണ്ടാണ് ഈ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയതും റിപ്പോർട്ട് സമർപ്പിച്ചതും. അപ്പോൾ എല്ലാ കാര്യത്തിലും, വിദ്യാഭ്യാസത്തിലായാലും ആരോഗ്യത്തിലായാലും എല്ലാം ഒന്നാമത് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ
ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ വർഷത്തെ നാഷണൽ അവാർഡ് മലയാള സിനിമയ്ക്കാണ്. ആട്ടം എന്ന് പറയുന്ന സിനിമയ്ക്കാണ് നാഷണൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെടുന്ന മലയാള സിനിമാ രംഗത്ത് ഇത്തരം കാര്യങ്ങളാണ് അരങ്ങേറുന്നതെന്ന് വളരെ അതീവ ഗൗരവ സ്വഭാവമുള്ള കാര്യങ്ങളാണ്. മറ്റൊന്ന്, മയക്കുമരുന്നും അതുപോലുള്ള സംഗതികളും വ്യാപകമായി ഷൂട്ടിംഗ് സമയത്ത് ഉപയോഗിക്കുന്നു എന്നും അത് ഉപയോഗിച്ചുകൊണ്ട് രാത്രി സമയത്ത് പോലും നടിമാരുടെ മുറികളിൽ തട്ടി വിളിക്കുന്നു എന്നും അവരെ ശല്യം ചെയ്യുന്നുവെന്നും അവരെ ഉപദ്രവിക്കുന്ന തരത്തിൽ ഫോണിലൂടെ മെസ്സേജുകൾ, അശ്ലീല മെസ്സേജുകൾ അയക്കുന്നുവെന്നും ഒക്കെ ഉള്ള പരാതികളുണ്ട്. ഇതെല്ലാം വളരെ ഗുരുതരമാണ്. ഒരു തൊഴിൽ രംഗത്തും ചെയ്യാൻ പാടില്ലാത്തതാണ്. നോക്കുകൊണ്ട് പോലും ഒരു സ്ത്രീയെ അപമാനിച്ചാൽ കേസെടുക്കാൻ നിയമമുള്ള നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഒരു ഹൈക്കോടതി ജസ്റ്റിസിൻ്റെ മുന്നിൽ നമ്മുടെ നായിക നടിമാർ ഉൾപ്പെടെ നൽകിയിട്ടും 4.5 വർഷം ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് അതീവ ഗുരുതരമായ കുറ്റമാണ്. 2 കാര്യങ്ങളാണ്. കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും സിനിമാ മേഖലയിലെ പ്രമുഖരുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടാകുന്നത് ഒരു ഫ്യൂഡൽ കാലത്തെ മാടമ്പുമാരുടെ സ്വഭാവവും നമ്മൾ പറയുന്ന നവകേരള സംസ്കാരമുണ്ടല്ലോ, പ്രോഗ്രസീവ് എന്ന് പറയുന്ന ഒരു മനോഭാവവും. അതായത് പ്രോഗ്രസീവ് എന്ന് നമ്മൾ ഭാവിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പഴയ ജന്മിയുടെ മാടമ്പി സ്വഭാവങ്ങളാണ് നമ്മുടെ നായക നടന്മാരായാലും നമ്മുടെ സർക്കാരായാലും സൂക്ഷിക്കുന്നത് എന്ന് വേണം കരുതാൻ. അത്തരം ഒരു ഞെട്ടിക്കുന്ന വസ്തുതകളാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിവരാവകാശ കമ്മീഷനായാലും ജസ്റ്റിസ് ഹേമയായാലും ഇരകളോട് പൂർണ്ണമായി നീതി പുലർത്തിയില്ല എന്ന് പറയേണ്ടി വരുന്നുണ്ട്. കാരണം ഭരണകൂടത്തിനേക്കാൾ ബാധ്യത യഥാർത്ഥത്തിൽ അറിയാനുള്ള അവകാശം സംരക്ഷിക്കുന്ന വിവരാവകാശ കമ്മീഷനും അതുപോലെ ഹൈക്കോടതിയിലെ ജസ്റ്റിസായിരുന്ന ഹേമയെ പോലുള്ള ഒരു ന്യായാധിപയ്ക്കും ഉണ്ടായിരുന്നു. അവർ സമർപ്പിച്ച റിപ്പോർട്ട് പിന്നീട് എന്തായി, ആ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് നടപ്പാക്കാത്തത് എന്ന് ചോദിക്കാൻ ഉള്ള ബാധ്യത അവർക്കുമുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ഈ വിവരാവകാശ കമ്മീഷണർ ഒരു അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിച്ചില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ റിപ്പോർട്ടും ഈ നടിമാരുടെ പരാതികളും എല്ലാം തന്നെ പുറംലോകം അറിയാതെ പോകുമായിരുന്നു. വൈകിയാണെങ്കിലും ഈ വിഷയത്തിൽ വേട്ടക്കാരോടൊപ്പമല്ല ഇരകൾക്കൊപ്പമാണ് ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ എന്ന് തെളിയിക്കാനുള്ള അവസാന അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കോൺക്ലേവ് നടത്തി, രഹസ്യാത്മക സ്വഭാവമുള്ള ഒരു കോൺക്ലേവ്, നേരത്തെ പറഞ്ഞതുപോലെ വെള്ളപ്പുകയാണോ കറുത്ത പുകയാണോ കാണുന്നത് എന്ന കോൺക്ലേവിൽ വേട്ടക്കാരെയും ഇരകളെയും ഒപ്പം വിളിച്ചു വരുത്തി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല നടിമാർ, ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്.